മിശിഹായിൽ പ്രിയമുള്ള ശാലോം പ്രേക്ഷകരെ, സമാന്തര സുവിശേഷങ്ങളിൽ നാം വിതക്കാരൻ്റെ ഉപമ വായിക്കുന്നുണ്ട്. വിതക്കാരൻ വിത്ത് വിതച്ചു, ചിലത് വഴിയരികിൽ വീണു, പറവകൾ കൊത്തിക്കൊണ്ടുപോയി. ചിലത് പാറമേൽ വീണു, ആഴത്തിൽ വേരിറങ്ങാത്തതുകൊണ്ട് അവ ഉണങ്ങിപ്പോയി. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, മുൾച്ചെടികൾ അതിനെ ഞെരുക്കിക്കളഞ്ഞു. ചിലത് നല്ല നിലത്ത് വീണു, അവ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിൽ വിതക്കാരൻ പിതാവായ ദൈവവും വിത്ത് ദൈവവചനവുമാണെന്ന് നമുക്കറിയാം. വിതക്കാരൻ പിതാവായ ദൈവവും വിത്ത് കർത്താവായ യേശുക്രിസ്തു. വിതയ്ക്കപ്പെടുന്നത് മനുഷ്യരിലാണ്. മനുഷ്യരിൽ ചിലർ വഴിയേറിയ അവസ്ഥയിൽ, ചിലർ പാറപ്പുറത്തിൻ്റെ അവസ്ഥയിൽ, ചിലർ മുൾച്ചെടികളുടെ അവസ്ഥയിൽ, മറ്റു ചിലർ നല്ല നിലങ്ങളുടെ അവസ്ഥയിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വചനഭാഗം നമ്മൾ കൂടുതൽ ആഴത്തിലൊന്ന് ചിന്തിച്ച് ധ്യാനിക്കുമ്പോൾ ചില ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിക്കുന്നു. കാലഘട്ടങ്ങളുടെയും സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും 4 അവസ്ഥകളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ 4 സാഹചര്യങ്ങളെ എടുക്കാം. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ 4ആയിട്ടൊന്ന് ഭാഗിക്കുകയാണെങ്കിൽ, ആദിമ പിതാക്കളുടെ കാലഘട്ടം വഴിയരികിന് തുല്യമാണ്. വചനം വിതയ്ക്കപ്പെട്ടെങ്കിലും അത് ഉടൻ തന്നെ അവരിൽ നിന്നും നീക്കപ്പെട്ടു. ഇനി മോശയുടെ കാലഘട്ടം, അത് പാറപ്പുറത്തിന് സാദൃശ്യമാണ്. കാരണം കൂടുതൽ ആഴത്തിൽ വചനം ഇസ്രായേൽ ജനത സ്വീകരിച്ചെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും വചനം അവരിൽ ഫലം പുറപ്പെടുകയും ചെയ്തില്ല. ഇനി 3-ാമതായിട്ട് പ്രവാചകരുടെ കാലഘട്ടം, അത് മുൾച്ചെടികളുടെ അവസ്ഥയാണ്. വചനം വിതയ്ക്കപ്പെട്ടു. പ്രവാചകന്മാരുടെ കാലത്ത് കൂടുതൽ ആഴത്തിൽ ദൈവത്തെപ്പറ്റി മനുഷ്യർക്ക് ബോധ്യമുണ്ടായി. പ്രവാചകന്മാർ ബോധ്യങ്ങൾ നൽകി. എങ്കിലും സ്നേഹത്തിൽ പൂർണ്ണരാകാതിരുന്നത് കൊണ്ട്, പ്രത്യാശയിൽ പൂർണ്ണരാകാതിരുന്നുകൊണ്ട് അവരിലും വചനം ഫലം പുറപ്പെടുവിച്ചില്ല. ഇനി നല്ല നിലത്തിൻ്റെ കാലഘട്ടം, അത് യേശുക്രിസ്തുവിന് ശേഷമുള്ള കാലഘട്ടമാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് എല്ലാ മനുഷ്യർക്കു വേണ്ടിയും തൻ്റെ ജീവൻ ബലികഴിച്ച് ഈ ലോകത്തിലെ എല്ലാവരെയും നിത്യജീവന് അർഹരാക്കിയതോടുകൂടി കർത്താവിനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ ലഭ്യമായി. അപ്പോൾ ആ കാലഘട്ടം നല്ല നിലത്തിന് തുല്യമാണ്. ആ കാലഘട്ടത്തിൽ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് മനുഷ്യർ പ്രാപ്തരായി. ഇനിയും ഈ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തെ തന്നെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. യേശുവിനെ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിച്ച ക്രിസ്തീയ വിശ്വാസികൾ തന്നെ ഈ 4 അവസ്ഥകളിലുണ്ട്. ഒന്ന്, നാമമാത്ര ക്രിസ്ത്യാനികൾ. ഒരു കർത്താവായ യേശുവിൻ്റെ വചനം സ്വീകരിച്ചതാണ്. കർത്താവിനെ മാമോദീസായിലൂടെ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിച്ച് പൂർണ്ണതയിലെത്തിയവരാണ്. എന്നാൽ അവിശ്വാസം വഴി അവർ പേരിൽ മാത്രം ക്രിസ്ത്യാനികളും മറ്റെല്ലാ കാര്യത്തിലും അവിശ്വാസികളുമായിട്ട് കഴിയുന്നു. ഇനി 2-ാമത്തത് ഞായറാഴ്ച ക്രിസ്ത്യാനികൾ. അവർ പാറപ്പുറത്തിന് തുല്യരാണ്. വചനം സ്വീകരിക്കുന്നു, വിശ്വാസമുണ്ട്, ക്രിസ്തുവിൽ വിശ്വാസമുണ്ട്, എന്നാൽ പ്രത്യാശയില്ല, സ്നേഹമില്ല, ദൈവസ്നേഹമില്ല, നിത്യമുള്ള പ്രത്യാശയില്ല. അതിനാൽ തന്നെ വചനം അവരിൽ മാംസം ധരിക്കുന്നില്ല, ആഴത്തിൽ വേരിറങ്ങുന്നില്ല, ഫലം പുറപ്പെടുവിക്കുന്നില്ല. ഇനി 3-ാമത് നവീകരണക്കാരൻ. അവർക്ക് വിശ്വാസമുണ്ട്, അവർക്ക് പ്രത്യാശയുണ്ട്, എങ്കിലും
സ്നേഹത്തിൽ പൂർണ്ണരാകാത്തത് മൂലം സുഖലോലുപത, ജീവിത വ്യഗ്രത, ഇവയൊക്കെ വചനം ഫലം പുറപ്പെടുവിക്കുവാൻ അവരുടെ ജീവിതത്തിൽ തടസ്സമാകും. ഇനി നാലാമത്തെ കൂട്ടർ, അവർ നല്ല നിലത്തിന് തുല്യരാണ്. അവരാണ് വിശുദ്ധർ. അവർ വചനം സ്വീകരിക്കുകയും അവരിൽ വചനം മാംസം ധരിക്കുകയും 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഒരു വ്യക്തിയിൽ തന്നെ ഈ 4 അവസ്ഥകളുമുണ്ട്. വിശ്വാസമില്ലായ്ക മൂലം വഴിരീന്റെ അവസ്ഥയും, വിശ്വാസമുണ്ടായിട്ടും പ്രത്യാശയില്ലാത്തത് മൂലം പാറപ്പുറത്തിൻ്റെ അവസ്ഥയും, വിശ്വാസവും പ്രത്യാശയും ഉണ്ടായിട്ടും സ്നേഹമില്ലാത്തത് മൂലം മുൾച്ചെടികളുടെ അവസ്ഥയും. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും പൂർണ്ണമായി ജീവിതത്തിലുള്ളത് കൊണ്ട് വിശുദ്ധിയുടെ അവസ്ഥയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഈ ലോകയാത്ര വഴിയരികിൽ നിന്നും നല്ല നിലത്തേക്കുള്ള യാത്രയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വഴിയരികിൻ്റെ അവസ്ഥ ഉണ്ടായിരിക്കാം, ഒരു പാറപ്പുറത്തിൻ്റെ അവസ്ഥ ഉണ്ടായിരിക്കാം, മുൾച്ചെടിയിൽ കൂടിയ അവസ്ഥ ഉണ്ടായിരിക്കാം. എന്നാൽ ഈ അവസ്ഥകളിൽ നിന്നെല്ലാം മോചനം നേടി കർത്താവിലുള്ള വിശ്വാസത്താലും പ്രത്യാശയാലും സ്നേഹത്താലും പൂർണ്ണരായി തീരുമ്പോൾ നാം നല്ല നിലങ്ങളായിട്ട് മാറുന്നു. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്, നമുക്ക് നല്ല നിലങ്ങളായിട്ട് മാറുവാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഈ ലോകത്തോടുള്ള സ്നേഹവും സമ്പത്തിനോടുള്ള സ്നേഹവും നമ്മുടെ ജഡത്തോടുള്ള മോഹവുമാണ്. ഇതിനെ നമ്മൾ അതിജീവിക്കുമ്പോഴത്തേക്കാണ് നാം വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും പൂർണ്ണരായി നല്ല നിലങ്ങളായിട്ട് മാറുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 19-ാം തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നു: ഈ ലോക ജീവിതത്തിനു വേണ്ടി മാത്രം യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെല്ലാവരെക്കാളിലും നിർഭാഗ്യവാന്മാരാണ്. നമ്മുടെ ഈ ലോകത്തോടുള്ള സ്നേഹവും ഈ ലോകത്തിലേക്കുള്ള പ്രത്യാശയുമാണ് നമ്മളെ വഴിയരികിൽ നിന്നും നല്ല നിലത്തേക്ക് യാത്ര ചെയ്യുവാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത്. അതിനെ നാം അതിജീവിക്കണം. യോഹന്നാന്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നില്ലേ: ഈ ലോകത്തിന്മേലുള്ള വിജയം അതാണ് യഥാർത്ഥ വിശ്വാസം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച്, കർത്താവായ യേശുവിൻ്റെ സ്നേഹത്താൽ നാം നിറയുമ്പോൾ നാം ഓരോരുത്തരും നല്ല തിലങ്ങളായിട്ട് മാറും. 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലങ്ങൾ നാം പുറപ്പെടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു അതിനായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും ആമേൻ.